വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 4ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലാസ്സുകൾ കാണുക. പ്ലേലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്ന ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ നോട്ട് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ക്ലാസ് കാണേണ്ട സമയത്ത് നോട്ടില്ലെങ്കിൽ 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് അതിനുള്ളിൽ തന്നെ നോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി 2 ക്ലൈമാറ്റിക് റീജിയൻസേ ബാക്കിയുള്ളൂ. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ, അതുപോലെ തുണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ എന്നിങ്ങനെ 2 റീജിയൻസാണ് ബാക്കിയുള്ളത്. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ടൈഗ റീജിയനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ടൈഗ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ഈ മാപ്പ് കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുള്ളൂ, ഈ പറയുന്ന ടൈഗ റീജിയൻ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണുന്ന ഒരു ക്ലൈമാറ്റിക് റീജിയൻ ഏതെന്ന രീതിയിൽ ചോദ്യം വന്നാൽ അത് ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ ആണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 55 ഡിഗ്രി തൊട്ട് ഇവിടെ മുകളിൽ ഒരു 70 ഡിഗ്രി വരെ, ഒരു 55 ഡിഗ്രി തൊട്ട് ഏതാണ്ട് ഒരു 70 ഡിഗ്രി വരെ വരുന്നൊരു ഭാഗമാണ് ടൈഗ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരുന്നൊരു ഡൗട്ടാണ്, എന്തുവാണ് ഈ ടൈഗ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ എന്താ എൻ്റെ പേരോട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ ടൈഗ റീജിയൻ കാണാൻ പറ്റുന്നത് ഏഷ്യ എന്ന് പറയുന്ന ഭാഗത്താണ്, അല്ലേ. ഏഷ്യയിൽ ഇവിടെയുള്ള രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യയിൽ ഈ ടൈഗ എന്ന് പറയുന്ന അത് റഷ്യൻ ഭാഷയിലൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഈ കോണിഫറസ് ട്രീസ് ആണ്, അല്ലേ. നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള മഞ്ഞുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന കോണിഫറസ് ട്രീസിനെയാണ് നമ്മളവിടെ ടൈഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ മരങ്ങൾ കാണുന്ന റീജിയൻ എന്ന രീതിക്കാണ് ഇതിന് ടൈഗ റീജിയൻ എന്ന പേര് വരുന്നത്. എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 55 ഡിഗ്രി തൊട്ട് 70 ഡിഗ്രി വരെ വരുന്ന ഭാഗങ്ങൾ, അപ്പോൾ നല്ല തണുത്ത റീജിയൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ടൈഗ റീജിയൻ എന്ന് പറയുന്നത്. എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഒന്ന് നമ്മുടെ നോർത്ത് അമേരിക്കയുടെ ഭാഗത്ത് കാണുന്നുണ്ട്, അതുപോലെ യൂറോപ്പിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഏഷ്യയുടെ ഭാഗത്തും ഈ പറയുന്ന റീജിയൻ കാണപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ആ പേര് തന്നെ നമുക്ക് നോക്കാം, അല്ലേ. ടൈഗ എന്നാൽ റഷ്യൻ ഭാഷയിൽ കോണിഫറസ് ട്രീസ് എന്നാണ്. അപ്പോൾ കോണിഫറസ് ട്രീസ് കാണപ്പെടുന്ന റീജിയൻ എന്ന രീതിയിലാണ് എന്ത് വന്നത്, ഈ സ്ഥലത്തിന് ടൈഗ റീജിയൻ എന്ന പേര് കിട്ടിയത്. ഇനി എന്താ പ്രത്യേകത, 55 ഡിഗ്രി തൊട്ട് 70 ഡിഗ്രി വരെയുള്ള ഭാഗത്തിൽ എവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇത് കാണപ്പെടുന്നത്. ഇവിടെ ആബ്സെൻ്റ് ആണ്, സദേൺ ഹെമിസ്ഫിയറിൽ ആബ്സെൻ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിൽ ആ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കോണ്ടിനെൻ്റ് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? കുറവാണ്, അല്ലേ. ഇവിടെ കണ്ടോ, ഈ പറയുന്ന ഒരു 55 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊണ്ട് എന്തില്ല, കോണ്ടിനെൻ്റൽ മാസുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ എന്ത് ആബ്സെൻ്റ്, ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ ആബ്സെൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ടൈഗ റീജിയൻ ഈസ് ആബ്സെൻ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ അറ്റ് ഹൈ ലാറ്റിറ്റ്യൂഡ്സ്. എന്തുകൊണ്ടായിരിക്കും? ഡ്യൂ ടു ലെസ് ലാൻഡ് മാസ് ഇൻ ദോസ് ഏരിയാസ്. ഇനി എന്തൊക്കെയാണ് ഇവിടെയൊക്കെ കാണപ്പെടുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിലെ എവിടെയൊക്കെയുണ്ട്, നോർത്ത് അമേരിക്കയുടെ ഭാഗത്തുണ്ട്, യൂറോപ്പിൻ്റെ ഭാഗത്തും ഏഷ്യയുടെ ഭാഗത്തുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് 55 ഡിഗ്രി തൊട്ട് 70 ഡിഗ്രി വരെ, 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ എവിടെ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണിത് കാണപ്പെടുന്നത്. ഇനി ടൈഗ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തുമായിരിക്കും? കണ്ടോ, കോണിഫറസ് ട്രീസ് എന്നാണ്. ഏത് ഭാഷയിലാണ്? റഷ്യൻ ഭാഷയിലാണ്. ഈ പോയിന്റ് ഞാൻ ആദ്യം നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പഠിക്കുമ്പോൾ അതല്ലേ കുറച്ചുകൂടി രസം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമറ്റ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം. നല്ല തണുത്ത സ്ഥലമാണ്, അല്ലേ. നല്ല തണുത്ത സ്ഥലമാണ്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഈ പറയുന്ന സൂര്യപ്രകാശങ്ങൾ ഇങ്ങനെ ചരിഞ്ഞ് വന്ന് വീഴുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന ടൈഗ റീജിയൻ. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് കുറവായിരിക്കും, നമ്മുടെ സമ്മർ സീസൺ എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും. അതായത് കുറച്ച് മാസം മാത്രമേ നല്ല വെയിൽ കിട്ടുന്ന സമ്മർ സീസണുള്ളൂ. എന്നാൽ വിൻ്റർ എന്ന് പറയുന്നത് വളരെയധികം ലോങ് ആയിരിക്കും. സമ്മർ ടെമ്പറേച്ചർ എന്ന് പറയുന്നതും മാക്സിമം കൂടത്തില്ല, 15 തൊട്ട് 20 ഡിഗ്രി വരെ വരത്തുള്ളൂ. കാരണം എന്താ, സൂര്യപ്രകാശങ്ങൾ സ്ലാൻഡ് ആയിട്ടാണ് വീഴുന്നത്. എന്നാൽ തണുപ്പെന്ന് പറയുന്നത് -13 തൊട്ട് -25 ഡിഗ്രി വരെ പോകാം. മഴയും കുറവാണ്, 50 to 70 സെൻറ്റിമീറ്ററേ മഴ കിട്ടത്തുള്ളൂ. വിൻ്റർ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്നോ ഫോളിൻ്റെ രീതിയിലായിരിക്കും. നമുക്കറിയാം പ്രസിപ്പിറ്റേഷൻ മഴയായിട്ട് റെയിനായിട്ട് പെയ്യാറുണ്ട്, സ്നോഫോളായിട്ട് പെയ്യാറുണ്ട്, ഹെയിൽ സ്റ്റോൺ ആയിട്ട് പെയ്യാറുണ്ട്, അല്ലേ. നമ്മളത് 3 ഇവിടെ പഠിച്ചു, 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ കാണുന്നത് കൂടുതലും സ്നോഫോളാണ്. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പറയാം. കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നോക്കി ഈ പറയുന്ന ആർട്ടിക് സർക്കിളിനോട് അടുത്ത് വരുന്ന ഭാഗമാണല്ലേ, അപ്പോൾ പൊതുവെ അവിടെ തണുപ്പായിരിക്കും. അപ്പോൾ സമ്മർ സമയം വളരെ കുറവായിരിക്കും, വിൻ്റർ സമയം കൂടുതലായിരിക്കും. സമ്മർ ടെമ്പറേച്ചർ ഒരുപാട് കൂടത്തില്ല, എന്നാൽ വിൻ്റർ തണുപ്പാണെങ്കിലോ -25 ഡിഗ്രി വരെ എന്ത് ചെയ്യും, പോവും.
പെയ്യുന്ന മഴയെന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും? മഞ്ഞായിട്ടായിരിക്കും താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എന്ത് കഴിഞ്ഞു? ക്ലൈമറ്റിൻ്റെ കാര്യം കഴിഞ്ഞു. ഇതാ ഇവിടെ അതാ പറയുന്നത്. ഓക്കെ, സമ്മർ ടെമ്പറേച്ചറിൽ ഷോർട്ടായിട്ടുള്ള സമ്മറും ലോങ് വിൻ്ററുമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സമ്മർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 തൊട്ട് 20 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. -13 തൊട്ട് 25 വരെ വിൻ്റർ സമയത്ത് തണുപ്പ് പോകാറുണ്ട്. 50 തൊട്ട് 70 സെൻറ്റിമീറ്റർ വരെയാണ് മഴ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ, എല്ലാം കാണാതെ ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി സദേൺ ഹെമിസ്ഫിയറിൽ ആബ്സെൻ്റ് ആണ്, ലാൻഡ് മാസ് കുറവായതുകൊണ്ട് ബാക്കി പോയിന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ അടുത്ത് എന്താ വരുന്നത്? എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ അല്ലേ. കൃഷി എന്ന് പറയുന്നത് കുറവായിരിക്കും, മഴ കുറവ്, ഉള്ളതൊക്കെ പെയ്യുന്നത് മഞ്ഞായിട്ട്. പിന്നെ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. വെരി ലിമിറ്റഡ് കൾട്ടിവേഷൻ ഡ്യൂ ടു ഹാർഷ് സബ് ആർട്ടിക് ക്ലൈമറ്റ്. എന്നാൽ നമുക്ക് മോസ്റ്റ് ക്രോപ്പ് നമുക്ക് എന്തായിരുന്നു? ഓക്കെ, തണുപ്പ് സമയമായതുകൊണ്ട് നമുക്ക് അധികം കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആൾക്കാരുടെ ജോലി എന്തായിരിക്കും? എടാ, ഈ സ്ഥലത്തിൻ്റെ പേരെന്തുവാണ്? ടൈഗ റീജിയൻ. ടൈഗ എന്ന് വെച്ചാൽ റഷ്യയിൽ എന്താ? കോണിഫറസ് ട്രീ. അപ്പോൾ ഒരുപാട് മരങ്ങളുള്ള സ്ഥലമല്ലേ. അപ്പോൾ എന്താ പ്രധാന ജോലി? മരം മുറി, ലംബർ ജാക്ക് അല്ലേ, ലുംബറിങ്. ഓക്കെ, ലുംബറിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ തടി മുറിച്ച് വിൽക്കുന്ന ആ ഇൻഡസ്ട്രി, കട്ടിങ് ആൻഡ് പ്രോസസ്സിങ് ഓഫ് ട്രീസ്. ഓക്കെ, അതാണ് ലുംബറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ലുംബർ ജാക്ക് എന്ന് വെച്ചാൽ ഈ പറയുന്ന മരം മുറിക്കുന്ന ആൾക്കാരല്ലേ പറയുന്നത്. അപ്പോൾ എസ്പെഷ്യലി എവിടെയായിരിക്കും? കനേഡിയൻ ടൈഗ റീജിയനിലാണ് കൂടുതലും ഇത് എന്ത് ചെയ്യുന്നത്. തണുപ്പായതുകൊണ്ട് തന്നെ ഊളിൻ്റെ ഇൻഡസ്ട്രിയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസൻറ്റാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എന്തുണ്ട്? മരമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? മരം മുറിച്ച് വിൽക്കാം. മാത്രമല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് എന്താണ്? ചെമ്മരിയാടുകളൊക്കെ വളർത്തി അതിൻ്റെ ഊളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം? ആ ഇൻഡസ്ട്രിയും നടത്താം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന 55 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, 70 വരെ പോവുകയാണ്. അങ്ങോട്ട് പോകും തോറും 70 ഡിഗ്രിയോട്ട് പോകും തോറും എന്ത് പറ്റും? അവിടെ പിന്നെ ഷ്രബ്സും മോസസും ഒക്കെ കാണത്തുള്ളൂ. ഈ മരങ്ങളൊന്നും ഇവിടെ അങ്ങോട്ടധികം കാണത്തില്ല. ആസ് വി മൂവ് ഫ്രം ദ ടൈഗ ടു ദ പോളാർ റീജിയൻ, വെജിറ്റേഷൻ എന്ത് ചെയ്യും? ഹൈറ്റ് കുറയും, അത് സ്പാഴ്സ് ആയിരിക്കും, ലെസ് ഇൻ നമ്പറായിട്ട് മാറും. തീർന്നു. ഇത്ര പോയിന്റേ പറയാവുള്ളൂ. അപ്പോൾ ടൈഗ റീജിയനെ പറ്റി ഇവിടെ ബാക്കി കാര്യങ്ങൾ പറയുന്നത് കണ്ടോ? കൃഷി കുറവായിരിക്കും, ലുംബറിങ്ങിന് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമുക്ക് പോയിൻ്റായിട്ട് പറയാനുള്ളത്. സെറ്റല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ അവസാനം പറഞ്ഞ പോയിന്റ് വരെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നമ്മൾ ഈ കാണുന്നതാണ് മാപ്പ്. ആ മാപ്പിൽ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമായിട്ടാണ് ഈ പറയുന്ന ടൈഗ ക്ലൈമറ്റിക് റീജിയൻ കാണുന്നത്. എവിടെ മുതൽ എവിടം വരെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 55 ഡിഗ്രി നോർത്ത് തൊട്ട് മുകളിലെ 70 ഡിഗ്രി നോർത്ത് വരെയുള്ള ഭാഗത്താണ് കാണപ്പെടുന്നത്. സദേൺ ഹെമിസ്ഫിയറിൽ കാണാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ അധികം എന്തില്ല? ലാൻഡ് മാസ് ഇല്ലാത്തത് കൊണ്ട്. കൂടുതലും കാണപ്പെടുന്ന റഷ്യയിലാണ്. റഷ്യയിൽ ഇവിടെ നല്ല രീതിയിൽ എന്തുണ്ട്? കോണിഫറസ് മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ റഷ്യൻ ഭാഷയിലെ കോണിഫറസ് എന്ന വാക്കാണ് എന്ത്? ടൈഗ എന്ന വാക്ക്. അതുകൊണ്ടാണ് ആ റീജിയൻ ടൈഗ റീജിയൻ എന്നറിയപ്പെടുന്നത്. കൃഷി വളരെ കുറവാണ്, കാരണം തണുപ്പ് വളരെയധികം കൂടുതലാണ്. സമ്മർ സമയം ഷോർട്ടാണ്, വിൻ്റർ ലോങ് ആണ്, മഴ പൊതുവേ കുറവാണ്. അപ്പോൾ പിന്നെ ആൾക്കാരുടെ ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന കാനഡയുടെ ഒക്കെ റീജിയനിൽ എന്താണ് പ്രധാനമായിട്ടും? മരം മുറിയാണ് പരിപാടി. നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ട്രക്ക് ഡ്രൈവർമാരായിട്ടൊക്കെ പോകുന്നുണ്ട് ഈ ലംബർ ഇൻഡസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാന പണി എന്ന് പറയുന്നത്. പിന്നെ ഊളവും ഉണ്ട്. അങ്ങോട്ട് പോകും തോറും, മുകളിലോട്ട് പോകും തോറും മരങ്ങളുടെ അളവും കുറഞ്ഞു വരും. പിന്നെ എന്താണ്? നല്ല മഞ്ഞ് മൂടിയ സ്ഥലത്തെ ക്ലൈമറ്റിക് റീജിയനിലോട്ട് ഇത് മാറും. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ലാസ്റ്റ് റീജിയനിലോട്ട് പോവാം. ലാസ്റ്റ് റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? തുണ്ട്ര റീജിയൻ. തുണ്ട്ര റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ തുണ്ട്ര റീജിയൻ്റെ പ്രത്യേകത? ഈ കാണുന്നതാണ് തുണ്ട്ര റീജിയൻ എന്ന് പറയുന്നത്. നമ്മുടെ ആർട്ടിക് സർക്കിൾ ഉണ്ടല്ലോ, ഇതുമാണ് നമ്മുടെ ആർട്ടിക് സർക്കിൾ ഉണ്ടല്ലോ. ഈ പറയുന്ന ആർട്ടിക് സർക്കിൾ ഓർമ്മയില്ലേ? ക്ലൈമാറ്റിക് റീജിയൻസിൽ ടെമ്പറേച്ചർ വെച്ച് ടോറിഡ് സോൺ, ടെമ്പറേച്ചർ സോൺ, ഫ്രിജിഡ് സോൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ 66 ഡിഗ്രി നോർത്ത്, 66 ഡിഗ്രി നോർത്തിൽ വരുന്ന ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഭാഗമായിട്ട് വരും. ഈ ആർട്ടിക് സർക്കിളിന് മുകളിലോട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? തുണ്ട്ര റീജിയൻ എന്ന് പറയുന്നത്. അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യവാസം വളരെ കുറവാണ്, ചെടികളും കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുമില്ല. ലൊക്കേഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ലൈസ് നോർത്ത് ടു ദ ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിളിൻ്റെ നോർത്തിലായിട്ട് എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ കാനഡയുടെ ഈ പറയുന്ന ഭാഗം കണ്ടോ? ഈ പറയുന്ന ഭാഗം ഇതാണ് അലാസ്ക എന്ന് പറയുന്ന ഭാഗം. ഇവിടെയാണ് അലാസ്ക എന്ന് പറയുന്ന ഭാഗം. പിന്നെ കാനഡയുടെ ഭാഗം ഇതാ കാണുന്നുണ്ട്, കാനഡയുടെ ഭാഗം. പിന്നെ ഇതാ കാണുന്ന ഗ്രീൻലാൻഡിൻ്റെ ഭാഗം. പിന്നെ എവിടെയുണ്ട്? ദ ആർട്ടിക് സർക്കിൾ അല്ലേ, ആർട്ടിക് കോസ്റ്റ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിലെ ആർട്ടിക് കോസ്റ്റും പിന്നെ ഏഷ്യയിൽ ഈ ഒരു ഭാഗത്തുമാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. സോ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പറയണം. അലാസ്കയുടെ ഭാഗത്ത്, കാനഡയുടെ ഭാഗത്ത്, ഗ്രീൻലാൻഡിൻ്റെ ഭാഗത്ത്, ആർട്ടിക് കോസ്റ്റ് ഓഫ് യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന സ്ഥലം. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്ട്രീംലി കോൾഡ് ആയിരിക്കും. -25 തൊട്ട് -40 വരെയാണ് എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ പോകുന്നത്. സമ്മർ ടെമ്പറേച്ചർ വെറും 10 ഡിഗ്രി വരെയൊക്കെ എത്തുള്ളൂ, കാരണം സൂര്യപ്രകാശം ഇവിടെ ഒട്ടും തന്നെ കിട്ടാറില്ല. പ്രസിപ്പിറ്റേഷൻ എങ്ങനെ തന്നെ ആയിരിക്കും? നേരത്തെ പറഞ്ഞ ടൈഗ പോലെ തന്നെ ഇവിടെ എന്താണ്? സ്നോഫോൾ ആയിട്ടാണ് കാണപ്പെടുന്നത്.
വെജിറ്റേഷൻ ഹ്യൂമൻ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? വെരി ലിമിറ്റഡ് പ്ലാന്റ് ലൈഫ് ഡ്യൂ ടു ഹാർഷ് ക്ലൈമറ്റ് അല്ലേ? അതികഠിനമായ ശൈത്യമാണ്. സോ അവിടെ ചെടികളൊന്നുമില്ല. സമ്മർ സമയത്ത് ഒരല്പം ചെടികൾ വളർന്നാലായി, ഇല്ലെങ്കിലായി. കോമൺ ആയിട്ടും ഷ്രബ്സും മോസസുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യന്മാർ എന്ത് ചെയ്യും? മനുഷ്യന്മാരെന്ന് വെച്ചാൽ അധികമൊന്നുമില്ല. നമ്മുടെ എസ്കിമോസിനെ പോലെയും ലാബ്സിനെ പോലെയുള്ള ഇൻഹാബിറ്റഡ് ട്രൈബ് ഉണ്ടല്ലോ, നമ്മുടെ ഇഗ്ലൂവിനകത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എസ്കിമോസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ലാബ്സും എസ്കിമോസിനെയും പോലെയുള്ള ആൾക്കാർ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? താമസിക്കാറ് ഉള്ളൂ. ഒരു സെമി നൊമാഡിക് ലൈഫാണ് അവർ നടത്തുന്നത്. സെമി നൊമാഡിക് എന്ന് വെച്ചാൽ എന്താ? ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് നൊമാഡിക് ലൈഫ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു നൊമാഡിക് ലൈഫ്, അതാണ് സെമി നൊമാഡിക് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ഇമ്പാക്റ്റിൻ്റെ എക്സ്പ്ലോറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊന്നുമില്ല. ഈ ഭാഗത്ത് നമ്മളത് വളരെ കുറച്ച് മനുഷ്യവാസമേ ഉള്ളൂ. പിന്നെ അവിടെ എന്താ നടക്കുന്നത്? ആൾക്കാർ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് പോകാറുണ്ട്. സയൻറ്റിസ്റ്റുമാർ എന്ത് ചെയ്യാറുണ്ട്? എക്സ്പ്ലോറേഷന് വേണ്ടി പോകാറുണ്ട്. കാരണം ആ സ്ഥലത്തെ മഞ്ഞും അവിടുത്തെ സ്ഥലത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കുമ്പോൾ പണ്ടവിടെ എങ്ങനെയായിരുന്നു എന്നും അതുപോലെ തന്നെ ഈ മഞ്ഞിനകത്ത് പെട്ടുപോകുന്ന മൃഗങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ഹോസ്റ്റലിനെ പറ്റിയിട്ടൊക്കെ പഠനം നടത്താനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവിടെ ഈ പറയുന്ന എന്ത് ചെയ്യാറുണ്ട്? എക്സ്പെഡീഷൻ ക്യാമ്പുകളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അതാണ് അവിടുത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ തുണ്ട്ര റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്ട്രീംലി കോൾഡ് ആയിട്ടുള്ള ഭാഗം. എത്ര? നമ്മൾ ഈ പറയുന്ന ആർട്ടിക് സർക്കിളിന് മുകളിലായിട്ട്, അതായത് ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഈ പറയുന്ന 66 ഡിഗ്രി നോർത്ത്, എത്രയാണ്? 66 ഡിഗ്രി നോർത്തിന് മുകളിൽ കാണുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന തുണ്ട്ര റീജിയനകത്ത് വരുന്നത്. വളരെയധികം തണുത്ത സ്ഥലമാണ്. -25 തൊട്ട് -40 വരെയാണ് എന്തെന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മഴയൊന്നും അധികം കിട്ടാറില്ല, മഞ്ഞാണുള്ളത്. വളരെ കുറച്ച് പ്ലാന്റുകൾ ഇവിടെ ഉള്ളൂ. സമ്മർ സമയത്തല്ലാത്തപ്പോൾ പ്ലാന്റുകളൊന്നും തന്നെ ഇവിടെ കാണാറില്ല. ഷ്രബ്സും മോസസും ഒക്കെയാണ്, അതായത് പായൽ പോലത്തെ ചെടികളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നേറ്റീവ്സ് എന്ന് പറയുന്ന എസ്കിമോസും ലാപ്പാസും ആണ് ഈ പറയുന്ന ലൈഫ് അവിടെ നടത്തുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എക്സ്പെഡീഷൻസിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ പോകാറുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലൈമറ്റിക് റീജിയൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ക്ലൈമറ്റിക് ചേഞ്ച് ആണ്. അപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ചിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് 6ഓളം ക്ലൈമറ്റിക് റീജിയൻസിനെ പറ്റി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കാം. അതെ, എന്നാണ് തോന്നുന്നത് 6ഓളം റീജിയൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങളത് ഇതുപോലെ ഒരു ടേബിളൊക്കെ ആക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. പറ്റുവാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങളെ നോട്ടിനോടൊപ്പം ആഡ് ചെയ്ത് തരാം. ഉറപ്പൊന്നുമില്ല, മാക്സിമം പറ്റുവാണെങ്കിൽ. എന്നിട്ട് അടുത്ത ക്ലാസ് നമുക്കിതെല്ലാം കൂടി ചേർത്തൊന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യാനും ശ്രമിക്കാം. ഞാനത് ഉറപ്പൊന്നും തരുന്നില്ല, എങ്കിലും ഞാൻ മാക്സിമം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലൈമറ്റിക് ചേഞ്ചിനെ പറ്റി പഠിക്കാം. ചാപ്റ്റർ തീർന്നില്ല. ഇനി ക്ലൈമറ്റിക് ചേഞ്ചിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് കുറച്ച് പഠിക്കാനായിട്ടുണ്ട്. സോ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ ബൈ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.